ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ എൻ്റെ മുട്ടക്കറിയുടെ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് മസ്റ്റ് ട്രൈ ഡിഷാണ്. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങും പൊട്ടറ്റോവും കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നു. നമ്മുടെ ശുദ്ധമായ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള സബോള ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, നമ്മുടെ എരിവിനനുസരിച്ച് നമ്മളിവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുളകിൻ്റെ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്തെടുക്കാം. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ഇരിക്കും. ഇനി അതിലോട്ട് നമ്മുടെ മസാലയായിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു എക്സ്ട്രാ എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇതേ അപ്പോഴേക്കും മൂത്തു. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിട്ടും ആഡ് ചെയ്യാം, നമുക്ക് പ്യൂരി ആയിട്ടും ആഡ് ചെയ്യാം. പ്യൂരി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു തിക്നെസ് കുറച്ച് കൂടി കിട്ടും. പിന്നെ തക്കാളി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. തണുത്ത വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് നമ്മുടെ തക്കാളിയും മസാലയും എല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്കൊരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി നോക്കുക, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ആ സമയത്ത് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ പീൽ ചെയ്ത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ തക്കാളി വെന്ത് കഴിയുമ്പോഴത്തെ അവസ്ഥ. അതായത് എണ്ണ നമ്മുടെ മസാലയിൽ നിന്ന് വിട്ട് വരും. ഈ ഒരു സ്റ്റെപ്പ് ഏത് കറി ഉണ്ടാക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു എണ്ണ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ആവും, ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. എത്ര ധൃതി ഉണ്ടെങ്കിലും തീ കൂട്ടി വെച്ചിട്ടാണെങ്കിലും നമ്മുടെ എണ്ണേനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തേ പറ്റൂ. അതിനുശേഷം കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. കോക്കനട്ട് മിൽക്കായിട്ട് ഞാൻ ഇവിടെ KPLൻ്റെ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അതൊന്ന് തിള വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് ഒരു 2-3 മാക്സിമം ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ആ ഉരുളക്കിഴങ്ങിലോട്ട് മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. കാരണം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മുട്ട ആഡ് ചെയ്യാണ്. അപ്പോൾ മുട്ട ആഡ് ചെയ്യുമ്പോൾ ഉപ്പില്ലെങ്കിൽ, മുട്ട ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടയൊക്കെ കുത്തി ഇളക്കി പൊട്ടിച്ച് ഒക്കെ വൃത്തികേടാക്കേണ്ടി വരും. അപ്പോൾ അതിനും നല്ലത് നമ്മുടെ മുട്ട ആഡ് ചെയ്യണേക്കാൾ മുന്നേ ഉപ്പും ബാക്കിയുള്ള ടേസ്റ്റിങ് സംഭവങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഞാൻ മുട്ട ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ഗ്രേവി മുട്ടയുടെ മുകളിൽക്കൂടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് മുട്ടയൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ണി വേറെ ഇല്ലാണ്ടും വൈറ്റ് വേറെ ഇല്ലാണ്ടും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ ഉണ്ണികളിലെയും വൈറ്റും ഒക്കെ ഞാൻ ഗ്രേവിയിൽ കുളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയായി. അവസാനം എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതും നമ്മുടെ കറിക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ബേസിക്കായിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. ഇതിലും സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാം, പക്ഷേ ഈ ഒരു വെപ്പിന് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, നമ്മൾ മലയാളികൾക്ക് അത് എന്തിൻ്റെ കൂടെയും പോവും. അത്ര സൂപ്പർ സാധനമാണ്. ഭയങ്കര രസമാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. താങ്ക് യു.